സാഗർ ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. സാർ, അപ്പൊ ആദ്യം എനിക്ക് ചോദിക്കേണ്ടത്, എഴുത്തിലേക്ക് വരാനുണ്ടായ സാറിന്റെ പ്രചോദനം എന്താണ്? ഞാൻ കവിത എഴുതുന്നത് 8ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട്. അതിന് പ്രചോദനം തന്നെ ഇപ്പോൾ വീട്ടിലങ്ങനെ വായനയുള്ള ഇതൊന്നുമില്ല, അധികം വായനയും പുസ്തകങ്ങളൊന്നുമില്ല. ആകെയുള്ളത് അമ്മ കൊണ്ടുവരുന്ന ഈ അവിടെ മടിയമ്പൂലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പാട്ട് കലശം ഇങ്ങനെ 2 ഉത്സവങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ സ്ഥലത്ത് ഇങ്ങനെ നിരത്തി വെച്ച ചെറിയ ചെറിയ പുസ്തകങ്ങളുണ്ടാവും. ഈ വിശാലം, പിന്നെ കടാങ്കോട്ട് മാക്കത്തിൻ്റെ പാട്ട്, അതുപോലുള്ള ചെറിയ ചെറിയ പാട്ട് പുസ്തകങ്ങളുണ്ട്. വടക്കം പാട്ട് 24 വടക്കം പാട്ടുകളും കിട്ടുന്നു. അപ്പം അങ്ങനെയുള്ള പാട്ട് പുസ്തകങ്ങൾ വീട്ടിൽ കാണാറുണ്ട്. പിന്നെ അത്യാവശ്യം സിനിമാ പാട്ടിൻ്റെ പുസ്തകം, പണ്ട് സിനിമാ പാട്ടിൻ്റെ പുസ്തകങ്ങൾ, അല്ലാതെ മറ്റ് കാര്യമായ പുസ്തകങ്ങളൊന്നുമില്ല വീടൊന്നുമില്ല. പാഠപുസ്തകം മാത്രമേ വീട്ടിൽ വീടും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. പിന്നെ അത്യാവശ്യം ചില വീടുകളിൽ മനോരമ അങ്ങനെ ഉള്ള പത്രമല്ല, അത് ഈ വാരിക ഉണ്ടാവാറുണ്ട്. അപ്പം അതിലെ ഫലിത ബിന്ദുക്കൾ, ഗോവനും മോളി, ഇതൊക്കെ വായിച്ചൊരു പരിചയം ആക്കാലത്തുണ്ട്. പക്ഷേ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു പുഷ്പാരം മാഷുണ്ടായിരുന്നു. പുഷ്പാരം മാഷ് പറഞ്ഞാൽ നന്നായി കവിതയുണ്ട്. അപ്പോൾ പി ഭാസ്കരൻ്റെ കാളകൾ എന്ന് പറയുന്ന കവിത വളരെ ഭംഗിയായിട്ട് എടുക്കുകയാണ്. തോളത്ത് ഘനം തൂങ്ങി വണ്ടികൾ കണ്ടും പേറി കാളകൾ മന്ദം മന്ദം ഇടങ്ങിയിടുമ്പോൾ മറ്റൊരു വണ്ടിക്കാള മനുഷ്യാകാരം കൊണ്ടിട്ട് അറ്റത്ത് വണ്ടിക്കയ്യിൽ ഇരിപ്പു കൂനിക്കോടി. ഇങ്ങനെ വളരെ ഭാവാത്മകമായി ആ കവിത അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായി. കാരണം ഈ ഒരു മനുഷ്യൻ കാളയെ തെളിക്കുന്നു, പിന്നിൽ അതേപോലൊരു കാള, അതായത് ജീവിതഭാരം വലിച്ചു പോകുന്നൊരു കാള, ആ ഒരു സങ്കല്പം. അപ്പം അങ്ങനെയെല്ലാം മനുഷ്യനെ അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കലയാണ് കവിത എന്നറിയാതെ നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ പഠിച്ച തിരുനെല്ലൂർ കരുണാകരൻ്റെ ഒരു കവിതയുണ്ടായിരുന്നു, ആദ്യത്തെ തീവണ്ടി. ഉത്സവമാണ് എൻ്റെ നാട്ടുകാർക്കെല്ലാം തമ്മിൽ മത്സരം വെക്കുന്ന ഒരു സംഗതി, അതായത് ആഹ്ലാദവും ഒക്കെ ഉള്ള. കാരണം ആദ്യത്തെ തീവണ്ടി വരികയാണ്. അപ്പോൾ അതിലൊരു വരിയുണ്ട്, എല്ലിനോട് അവിരാമം ഏറ്റുമുട്ടിയ കരിങ്കല്ലുകളെല്ലാം വേർപ്പു നീരുന്ന അലിയ. ഈ തീവണ്ടി വരുമ്പോൾ ഈ അധ്വാനത്തിൻ്റെ അതെല്ലാം അവർ മറക്കുന്നു, അവർക്ക് ആഹ്ലാദമാണ് ആദ്യത്തെ തീവണ്ടി. ഇപ്പോൾ യന്ത്രവൽക്കരണത്തിൻ്റെ ഒരു സമയമാണ്. ഇതെല്ലാം അറിയാതെ നമ്മളെ ഉള്ളിലുണ്ടാക്കുന്ന ചില ഒരു ഭാവ വ്യത്യാസങ്ങളുണ്ട്. അതുവരെ പഠിച്ച പാഠപുസ്തകങ്ങളിലെ പദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കവിതകൾക്ക് ചില പ്രത്യേക സൗന്ദര്യം, അല്ലെങ്കിൽ നമ്മളെ അഭിരമിപ്പിക്കുന്ന എന്തോ ഒരു സൗന്ദര്യമുണ്ട്, ആനന്ദമുണ്ട് എന്ന് തോന്നിക്കുമ്പോഴാണ് നമ്മളതിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ആദ്യത്തെ കവി ആ അമ്മ കൃഷ്ണപ്പാട്ടിൽ, കൃഷ്ണപ്പാട്ടിൻ്റെ ചെറുശ്ശേരിയിലെ കൃഷ്ണഗാഥ നമ്മൾ കേട്ടിട്ടില്ലേ അല്ലേ? ആ കൃഷ്ണഗാഥ ചൊല്ലുന്ന ഒരു ഈണമുണ്ട്. അത് കേട്ടിട്ടാണ് ആ ഒരു ഗ്രാമീണമായൊരു ഈണം നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഞാൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം വായിക്കുന്ന കുറേ പിന്നെ ഞാൻ എൻ്റെ താല്പര്യത്തിൽ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ നാടൻ പാട്ട്, നാട്ടിപ്പാട്ട്, അമ്മയും വലിയൊക്കെ പണിക്ക് പോകും, കണ്ടത്തിൽ പണിക്ക്. തിരിച്ചു വരുമ്പോൾ പാടുന്ന, ഞങ്ങളെ ഉറക്കാൻ വേണ്ടി പാടുന്ന ഈ പാട്ടുകളിൽ നിന്ന് കിട്ടിയൊരു ഉണർവാണ് കവിതയിലേക്ക് നയിക്കുന്നത്. അതുപോലെ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള കവിതകളുടെ പ്രത്യേകത അതാണ് കവിതയിലേക്ക്. അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ ചേർത്ത് ആദ്യമായി യൂത്ത് ഫെസ്റ്റിവലിൽ പോകുന്നു, കവിത കൊണ്ട് തിരുവനന്തപുരം കാണുന്നു. പിന്നെ അവിടെയാണ് യൂത്ത് ഫെസ്റ്റിവലിന് എന്തുണ്ടായത്, പിന്നെ സംസ്ഥാന യുവജനോത്സവം. അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് കിട്ടിയിട്ട് അവിടുത്തെ പോകുന്നതാണ്, അതിന് പ്രൈസൊന്നും കിട്ടിയില്ല, പക്ഷേ തിരുവനന്തപുരം കാണാൻ പറ്റും. അപ്പോൾ ഒരു തമാശ ഉണ്ടായത്, പിന്നെ ഈ അവിടെ ഇത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങളുടെ സി രാഘവ മാഷാണ് അന്ന് എയ്യോ. അപ്പോൾ സി രാഘവ മാഷ് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന മാഷ്, നമുക്കപ്പോൾ അറിയില്ല അദ്ദേഹം വലിയ വിവർത്തകനാണെന്ന്. ഒരുപാട് പുസ്തകങ്ങൾ കർണാടകത്തിൽ നിന്ന് മലയാളത്തിലേക്ക്, മലയാളത്തിൽ കർണാടകത്തിൽ ഒരു പാലം പോലെ വർത്തിച്ചിട്ട് പിന്നെ വിവർത്തനം നടത്തിയ മനുഷ്യനാണ്. ഈ മനുഷ്യനാണ് എന്നോട് ചോദിക്കുന്നത്, അത് ആരും അറിയൂ അവിടെ വിഷയം തന്നത്. 2 വിഷയം തന്നത്, കാട്, റേൽപ്പാളം. അത് എനിക്കറിയില്ല, അതൊന്നും സുഗതകുമാരി, മറ്റത് വൈലോപ്പിള്ളി. പക്ഷെ അന്ന് വൈലോപ്പിള്ളി സുഗതകുമാരി നമുക്കറിയില്ല, ചെറിയ കുട്ടിയാണ്, നമ്മൾ അതേ പ്രായമാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ എനിക്ക് ഇപ്പോൾ മനസ്സിലാവും, അത് കാട് തന്നത് ആരായിരിക്കും? പ്രതിപക്ഷി. കാട് തന്നത് സുഗതകുമാരിയായിരിക്കും, റെയിൽപ്പാളം വൈലോപ്പിള്ളിയായിരിക്കും. കാരണം നഗരവും ഗ്രാമവും തമ്മിൽ മിക്സ് ചെയ്ത ഒരു അതിൻ്റെ നാഗരികതയെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു, നഗരത്തെ വിടുന്നില്ല, അതിൻ്റെ നന്മകളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളൊരു സംസ്കാരത്തിലേക്ക് പോകുമ്പോഴുള്ള കവിതയായിരുന്നു ആരുടേത്? വൈലോപ്പിള്ളിയുടെ. നേരെ മറിച്ച് കാടിൻ്റെ ഹരിതാപമായ പാരിസ്ഥിതിക അവബോധമാണ് സുഗതകുമാരി. അപ്പം ഇതെല്ലാം ഒരു ആദ്യകാലത്തെ പാഠങ്ങളാണ്. അങ്ങനെ പറയാൻ ഒരുപാടുണ്ട്. പ്രചോദനം ഇതായിരുന്നു.
അങ്ങനെ അമ്മയും വല്യമ്മയും പാടിക്കുന്ന നാട്ടിൻപാട്ട്, നാടൻ പാട്ട്, വടക്കൻ പാട്ട്, പിന്നെ പുഷ്പാര മാഷ്ട മലയാളം ക്ലാസ്സുകൾ, ഇതൊക്കെയാണ് പ്രചോദനം. കോഴിക്കോട്ട് എന്ന സാറിന്റെ കഥയിൽ സാറിന്റെ ബാല്യകാലത്തെ അനുഭവങ്ങളാണ് പറയുന്നത് കവിതയില്. അപ്പൊ അതുപോലെയുള്ള എത്ര കവിതകൾ താങ്കൾ എഴുതിയിട്ടുണ്ട്? കൊയക്കട്ട എന്നുള്ള ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള പാഠഭാഗം വരുന്നത് കൊയക്കട്ട എന്ന് പറയുന്നൊരു കവിതയാണ്. അത് അതേ പേരിലുള്ള കൊയക്കട്ട എന്ന് പറയുന്നൊരു സമാഹാരം DC ബുക്സ് ഇറക്കിയതാണ്. 2016 ആ പുസ്തകം ഇറക്കുന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ച് പുസ്തകമുണ്ട്. അഭിന്നം, ഉറവിടം, അതുപോലെ ചോറ്റുപാഠം, ഇതെല്ലാം DC ബുക്സ് ഇറക്കിയത്. അതിന് മുൻപും ഉണ്ടായിരുന്നു കുറച്ച്, ജീവൻ്റെ വട്ടം, പാഠാവലി എന്നൊക്കെ പറഞ്ഞിട്ട്. ആദ്യത്തെ സമാഹാരം ഇറങ്ങുന്നത് 1994 അത് പ്രസിദ്ധീകരിച്ചത് കാസർഗോഡ് നിന്ന് കലാക്ഷേത്രം എന്ന് പറയുന്ന അവിടെ നിന്ന് ഒരു പ്രസിദ്ധീകരണശാല ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ താല്പര്യത്തിൽ ഇറക്കിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിന് വൈലോപ്പിള്ളി അവാർഡും കേരള സാഹിത്യ അക്കാദമിയുടെ കനകശ്രീ ലോകം ആദ്യത്തെ പുസ്തകമാണ് കിട്ടിയിരുന്നു. അത് MPയിൽ നിന്നാണ് അത് വാങ്ങാൻ പറ്റിയ പിന്നെ ഭാഗ്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊരു കാലം. അതിന് ശേഷം 12ഓളം കവിതാ പുസ്തകങ്ങൾ ഇപ്പോൾ ഇറങ്ങി. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയതാണ് ചോറ്റുപാഠം. അത് DC ബുക്സാണ് ഇറക്കിയത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ പുസ്തകങ്ങളുണ്ട്. മുത്തശ്ശി കാത്തിരിക്കുന്നു, വെള്ള ബലൂൺ. അതിന് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് കിട്ടിയിരുന്നു കഴിഞ്ഞ വർഷം. അത് അബുദാബി ശക്തി അവാർഡ് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ് ശലഭച്ചിറകിൽ. അതും DC ബുക്സിലൂടെ വന്ന ബാലസാഹിത്യമാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർക്ക് വേണ്ടിയും എഴുതുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന കുറച്ചും കൂടെ വിഷമമുണ്ടായിരുന്നു എഴുതാൻ. കാരണം വളരെ ലളിതമായി എഴുതാം. എനിക്ക് സന്തോഷമാണ്. കാരണം വളരെ ലളിതമായി എഴുതാം. അതിൽ താളവും ലയവും ഒക്കെ ഉപയോഗിക്കാം. അതിൽ വൃത്തം ഉപയോഗിക്കാം. പുതിയ കവിത അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് പോകുന്നൊരു കാലഘട്ടത്തിൽ ഈ അന്യമാവുന്ന വൃത്തം, താളം ഇതൊക്കെ കുട്ടികളുടെ കവിതയിൽ ഉപയോഗിക്കാം. കുട്ടികൾക്കൊരു താളമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുസ്തകത്തിൽ തന്നെ 50ഓളം കവിതകളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു 10, 600, 700 കവിതകളോളം എഴുതിയിട്ടുണ്ടെന്ന് പറയാം. അതിൽ നല്ല കവിതകൾ വളരെ കുറവായിരിക്കാം ചിലപ്പോൾ. അത് കാലം തീരുമാനിക്കുന്നതാണ്. ഏത് കവിത നിലനിൽക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഇന്ന് നല്ലത് തോന്നുന്ന നാളെ ചിലപ്പോൾ എനിക്ക് തന്നെ മോശമായിട്ട് തോന്നും. അല്ലെങ്കിൽ ആളുകൾക്ക് ഇന്ന് നല്ലതെന്ന് അവർക്ക് തന്നെ മോശമായിട്ട് തോന്നാം. അല്ലെങ്കിൽ എനിക്ക് മോശമായി തോന്നുന്ന കവിത ചിലപ്പോൾ ആളുകൾ കൊണ്ടാടപ്പെടുകയും ചെയ്യും. അതെല്ലാം വേറെ കാര്യമാണ്. അപ്പോൾ കവിതയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അത് കാലത്തിൻ്റെ കയ്യിലാണ്. അത് കാലം ഇങ്ങനെ ചേർന്ന് നോക്കും. അപ്പം ചിലത് മാത്രം അവിടെ നിൽക്കും, അപ്പം അതിലെല്ലാം പോകും. അങ്ങനെയാണ് കവിതയുടെ അവസ്ഥ. സാർ, അതുപോലെ എങ്ങനെയാണ് സാറ് കവിത എഴുതുന്നത്? എങ്ങനെയാണ് സാറിന്റെ മനസ്സിലത് സൃഷ്ടിക്കുന്നത്? അതിന് പ്രത്യേക ഒരു സമയമോ അല്ലെങ്കിൽ മാസങ്ങളോടുള്ള ആലോചനയോ അങ്ങനെ എന്തെങ്കിലും? അനുവിന്ദ് ഇപ്പോൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, വളരെ നല്ല ചോദ്യമാണ്. കാരണം ഇത് ചോദിക്കുന്നത് എവിടുന്നാണ്? കൂടാളി സ്കൂളിൽ നിന്നാണ്. കൂടാളി സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ലോകം കണ്ട മഹാകവി പി. കുഞ്ഞിരാമൻ നായരുടെ അധ്യാപന ജീവിതം ഇവിടെയായിരുന്നു കുറേ കാലം. അപ്പോൾ കുഞ്ഞിരാമൻ നായർ എഴുതിയൊരു 4 വരിയുണ്ട്. അത് പിന്നെ കുഞ്ചൻ നമ്പ്യാരുടെ വീട്ടിൽ പോയിട്ടാകുമ്പോൾ അവരുടെ ചുമരിൽ എഴുതിയ 4 വരിയാണ്. തുലാവർഷക്കാറിനുള്ളിൽ മിന്നും പൊന്നൂല് പോലവേ, തുലാവർഷക്കാറിനുള്ളിൽ മിന്നും പൊന്നൂല് പോലവേ, ഇറങ്ങി വന്ന സൗന്ദര്യദേവതേ കവിതേ തൊഴാം എന്നാണ്. അതായത് തുലാവർഷക്കാറിൽ നിന്ന് മിന്നുന്ന ഒരു മിന്നൽ, അതിങ്ങനെ ഇറങ്ങി വരുന്ന പ്രകൃതിയുടെ സൗന്ദര്യദേവതയാണ്. ഒരു മിനിറ്റ് നിൽക്കും, പെട്ടെന്ന് മിന്നി പോവും. അതാണ് കവിത. അതൊരു ദേവതയായിട്ട് സങ്കല്പിക്കുകയാണ് കുഞ്ഞിരാമൻ നായർ, മഹാകവി. അതുപോലെ തന്നെയാണ് എല്ലാ കവികൾക്കും ഒരു സ്പാർക്ക് പോലെയാണ് കവിത വരിക. ഇപ്പോൾ വെറുതെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു കവിത എഴുതി കളയാന്ന് പറഞ്ഞിട്ട് വേഗം പോയി ഇങ്ങനെ എഴുതാൻ പറ്റൂല. നമുക്ക് അങ്ങനെ എഴുതാൻ ശ്രമിക്കാം, ചിലപ്പോൾ നല്ലതാവാം. പക്ഷേ നമുക്ക് ഒരു പ്രത്യേക സമയത്ത് അജ്ഞാതമായ ഒരു വാതിൽ തുറന്നടയും ഒരു നിമിഷത്തിൽ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ. ആ നിമിഷത്തിൽ അത് നമ്മൾ എവിടെയെങ്കിലും കുറിച്ച് വെച്ചിട്ടില്ലെങ്കിൽ അത് കവിതയാകും. അതവിടെ കുറിച്ച് വെക്കുക, 2 വരി 4 വരി എന്തെങ്കിലും ആയിക്കോട്ടെ. അതവിടെ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് മറന്നു. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക് പോലെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഒരു നിമിഷത്തിൽ വരുന്ന ഒരു സന്ദേശം, ദിവ്യ സന്ദേശം എന്ന് പറയാം, അത് നമ്മൾ കുറിച്ച് വെക്കുക. അവിടെ പോക്കറ്റിൽ കടന്നോട്ടെ, അല്ലെങ്കിൽ ഒരു വീട്ടിലെത്തി പകർത്തി അവിടെ കിടന്നോട്ടെ ഒരു പുസ്തകത്തിൽ. ഈ ന്യൂക്ലിയസ് വെച്ചിട്ട് പിന്നെ കവിതയാവും. എനിക്കൊരു ഉദാഹരണം ഇപ്പോൾ ചോദിച്ചുകൊണ്ട് പറയാം. ഞാൻ തിരുവനന്തപുരം ജോലി ചെയ്യുന്ന സമയത്ത് റിസർവ് ബാങ്കിൻ്റെ
തിരുവനന്തപുരം റിസർവ് ബാങ്കിൻ്റെ ഒരു സൈഡിൽ ഒരു ഓവുചാലുണ്ട്. അതിന് ഒരു സ്ലാബ് ഇട്ട് മൂടി. അപ്പോൾ ഭയങ്കര വീതിയുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു ഗതി വന്നു. അതിങ്ങനെയാണ്, എത്ര വീതിയാണ് ഈ നഗരത്തിൻ്റെ വൃത്തികേട് ഒഴുകുന്ന ഈ ഓവുചാൽ. അത് അത്രേ വന്നിട്ടുള്ളൂ. അതപ്പാട് എഴുതി വെച്ചു. അപ്പോൾ എത്രയോ കാലത്തിന് ശേഷം ഈ കവിത, ഈ വരി വേറൊരു കവിതയുടെ ന്യൂക്ലിയസ് ആയി, അതായത് നഗരപടം എന്നുള്ള കവിത ആയി മാറി. അത് ആദ്യത്തെ സമാഹാരത്തിൽ വന്നു. അപ്പോൾ അതിൽ ഈ വന്ന വരി എവിടെയാണ് കിടക്കുന്നത്? ഞാനതിനെ കംപ്ലീറ്റ് മാറ്റി. നഗരത്തിലേക്ക് വരുന്ന ഒരു ഗ്രാമീണൻ, ആ ഗ്രാമീണനോട് നഗരത്തിലെ ദ്വാരപാലകൻ പറയുന്നു. ആ രൂപത്തിലേക്ക് മാറ്റിയിട്ട് അതിലെവിടെയോ വരുന്നു, എത്ര വീതിയാണ് ഈ നഗരത്തിൻ്റെ വൃത്തികേട് ഒഴുകുന്നൊരു ഓവുചാൽ, തെറ്റി വീഴാ മടി പതറാതെ നീ ഒറ്റ ദൃഷ്ടിയാൽ ഈ വഴി താണ്ടുക. അവിടെ കാണുന്ന വൃത്തികേടുകൾ ഇതൊക്കെ പറയുന്നവരുന്നു. അപ്പോൾ സ്പാർക്ക് പോലെ വരുന്നു, ഒരു നിമിഷം ഒരു സ്പാർക്ക് പോലെ കവിത വരുന്നു. അത് എല്ലായ്പ്പോഴും വരണമെന്നില്ല. ചിലപ്പോൾ ഒരു ബസ് യാത്രയിലായിരിക്കാം. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ഞാൻ കണ്ണൂർ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫീൽഡ് വർക്ക് ഉണ്ട്. അപ്പോൾ ഈ ഓഫീസ് ജീപ്പിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് വഴിയിലൊരു സ്ഥലത്തിന് പേര് കുറുക്കൂട്ടി. അത് പയ്യന്നൂർ അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ് കുറുക്കൂട്ടി. കുറുക്കൂട്ടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഒരു ഓർമ്മ, ഇത് എവിടെയോ കേട്ടിട്ടുണ്ട്, കുറുക്കൂട്ടി. അപ്പോൾ എൻ്റെ അമ്മയും വല്യമ്മയിലും പണ്ട് നമ്മൾ ഈ ചക്ക മുറിച്ചിട്ട് ഈ ചക്ക കറി വെക്കും. ഈ കറിയെല്ലാം ചക്ക കൂട്ടാനെല്ലാം ഇട്ട് തരുന്ന ഒരു ചപ്പിലയാണ്, ഇലയാണ് കുറുക്കൂട്ടിലല്ല. ഇതിൽ നല്ല സ്വാദുണ്ടാവും. അപ്പം ഞങ്ങളീ മുറ്റത്തിരുന്നിട്ട് ഇങ്ങനെ ഇതെല്ലാം തിന്നുന്നതും കഥ പറയുന്നതും ഇതൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ ഒരു ജീവിത പരിസരം ഓർമ്മ വന്നു. അപ്പോൾ ഒരു വാക്കിൽ നിന്ന്, അതാണ് പ്രാദേശിക ഭാഷ, ഒരു പ്രാദേശിക ഭാഷയിൽ നിന്ന് നമുക്കൊരു പഴയ ജീവിത പരിസരം ഓർമ്മ വരും. അത് അതുകൊണ്ടാണ് കവിതയിൽ ഞങ്ങളത് ഉപയോഗിക്കും. കൊയക്കെട്ടാന്ന് ഉപയോഗിക്കാൻ കാരണം അതാണ്. കൊയക്കെട്ടാന്ന് ഉപയോഗിക്കുമ്പോൾ അത് പ്രയോഗിക്കുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ ഒരു പ്രാദേശിക ഭാഷ നഷ്ടമായാൽ നമുക്കൊരു ജീവിത പരിസരം നഷ്ടമാവുന്നു, ഒരു ഓർമ്മ നഷ്ടമാവുന്നു, ഒരു സംസ്കാരം നഷ്ടമാവുന്നു. അപ്പോൾ ഈ പ്രാദേശിക ഭാഷ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കും അവിടെ സാഹിത്യ സൃഷ്ടിയിൽ. അതിപ്പോൾ സിനിമയിൽ വരുന്നുണ്ട്. ഇപ്പോൾ എന്നാത്താൻ കേസുകൂടി പോലുള്ള സിനിമകൾ കുഞ്ഞിഷ്ണ ഭാഷയല്ലേ കോടതി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടല്ലേ, സാധാരണ മനുഷ്യന് വേണ്ടിയിട്ടാണ്. അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് നീതി കിട്ടേണ്ടത്. നീതി കിട്ടേണ്ട സ്ഥലമാണ് ഇവിടെ കോടതി. അതുകൊണ്ടാണ് കുഞ്ഞിഷ്ണ ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷ അതിനുപയോഗിച്ച്. അതെല്ലാം ഒരു എന്താ പറയുക, ഒരുതരം പ്രിസർവേഷനാണ് കലയിലൂടെ. ഞാൻ വരുന്നത് കുഞ്ഞിരാമൻ നായരുടെ അതേപോലത്തെ ഒരു മഹാകവിയുടെ നാട്ടിൽ നിന്നാണ്. കുഞ്ഞിരാമൻ നായരുടെ അതേ കാലത്ത് ജീവിച്ചിരുന്ന അതേ നാട്ടിൽ ചെറുവത്തൂരിലുള്ളൊരു കവിയാണ് മഹാകവി കുട്ടമത്ത്. കുട്ടമത്തിൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, അന്യഭാഷാവർഷം വന്ന് മുക്കുമ്പോൾ സ്വഭാഷയാം ഈ കുന്നെടുത്ത് കുടയായി നാം പിടിച്ചിടണം. മറ്റ് ഭാഷകളിലും വന്ന് നമ്മളെ മുക്കും. ഈ വ്യാവസായിക വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഉപഭോഗ സംസ്കൃതിയുടെ ഭാഷ ഒറ്റ ഭാഷയാണ്. അത് മറ്റ് ഭാഷകളെല്ലാം ഇല്ലാതാക്കും. അപ്പോൾ സംസ്കൃതി ഇല്ലാതാവും, ഒരു സംസ്കാരം ഇല്ലാതാവും. അതില്ലാതാക്കാനാണ് ഈ ഉപഭോഗ സംസ്കൃതിയും പുതിയ നവനാഗരികതയും ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ഭാഷയെ നമ്മൾ വീണ്ടും ഈ നാട്ടു പച്ചക്കറിയെല്ലാം തിരിച്ചു വരുന്നത് പോലെ, ഇപ്പോൾ ഗ്രാമസഭകളെല്ലാം തിരിച്ചു വരുന്നത് പോലെ നമ്മൾ അത് കവിതയിലും സംഭവിക്കുന്നുണ്ട്, മറ്റ് സാഹിത്യ സൃഷ്ടിയിലും അല്ലെങ്കിൽ കലാസൃഷ്ടിയിലും സംഭവിക്കുന്നുണ്ട്. അതുതന്നെയാണ് കൊയക്കട്ട എന്ന് പറയുന്ന പ്രാദേശിക ഭാഷ ഉപയോഗിക്കാനും ഒരു കാരണം. ഇത് അബോധത്തിൽ വരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതേപോലെ ടി.പി. രാജീവൻ്റെ അടുക്കള പഠിക്കാനില്ലേ, വളരെ നല്ല കവിതയാണ്, ഗംഭീര കവിതയാണ്. അതുപോലെ അടുക്കള അത് ഗദ്യത്തിലുള്ള കവിതയാണ്. ഈ കൊയക്കട്ട പോലെ തന്നെ അതിനേക്കാളും നല്ലൊരു കവിതയാണ് ഇത്. ടി.പി. രാജ് മരിച്ചു, അദ്ദേഹം നല്ലൊരു കവിയാണ്, ഗദ്യത്തിലാണ് എഴുതുക. പച്ചക്കറിയെല്ലാം അദ്ദേഹത്തിൻ്റെ പച്ചക്കറികൾ, സൂക്ഷ്മജീവികൾ എല്ലാം അതിൽ വരും, അയാളുടെ കവിതയിൽ വരും. തവള വരും, അതൊരു രസമാണ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഇക്കോ വ്യൂഹം അതിലുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ എൻ്റെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലെ ഞാൻ ആവിഷ്കരിക്കുന്നു. ഒരു ഗ്രാമീണ പശ്ചാത്തലം നഷ്ടമാകുമ്പോൾ ഗ്രാമത്തിലുണ്ടാകുന്ന ആ സ്വാശ്രയത്വമുണ്ട്. അപ്പോൾ പരസ്പര ബന്ധമുണ്ട്, ഒരു വാത്സല്യമുണ്ട്, പരസ്പരം കൊടുക്കൽ വാങ്ങൽ ഉണ്ട്, അതിരുകളില്ല. അപ്പോൾ ഇത്തരം ഒരു ജീവിത പരിസരത്തെ ഗ്രാമീണ ജീവിതം നമുക്ക് തന്നിരുന്ന ഒരു പൂർവ്വകാലം ഉണ്ടായിരുന്നു. അത് ദാരിദ്ര്യമെന്ന് അന്ന് തോന്നിയിരുന്നെങ്കിൽ ഇന്നത് ഏറ്റവും നല്ല സമ്പന്നതയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം അതിനേക്കാളും വലിയ സമ്പന്നത വന്നിട്ട് നമ്മളെ വിഴുകുന്നുണ്ട്. അപ്പോൾ അതിനൊത്തൊത്ത് പോകുന്നുണ്ട് നമ്മൾ. പക്ഷേ അതേസമയത്ത് ഇത് നമ്മൾ എന്ത് ചെയ്യണം, പഴയ ഒരു നന്മയും സ്നേഹവും ഒക്കെ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ളൊരു ആയുധമാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ വേട്ടമൃഗത്തെ നേരിടാൻ എന്നിലെ ഭീരു കണ്ടുപിടിച്ച ആയുധമാണ് എനിക്ക് കവിത.
എന്ന് ഞാനൊരു കവിതയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നഗരവൽകൃതിയിൽ നഷ്ടമാകുന്നത്, വേരറുക്കപ്പെടുന്നത് ഈ നമ്മുടെ തന്നെ ഹൃദയധമനികളാണ്, നമ്മുടെ തന്നെ അസ്തിത്വത്തിൻ്റെ വേരുകളാണ് എന്നുള്ളൊരു തിരിച്ചറിവിലാണ് എന്നിലെ ഗ്രാമീണൻ ഇങ്ങനെ വിലപിക്കുകയും പ്രതിരോധിക്കുകയും ചിലപ്പോൾ ഈ ഒരു കവിത എന്ന ആയുധം കൊണ്ട് പോരാടുകയൊക്കെ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഒരു വളരെ ചുരുക്കി പറയാവുന്ന ഒരു ഉത്തരം. ചോദിച്ചത് തന്നെയല്ലേ, എങ്ങനെയാണ് കവിത വരുന്നത്? അപ്പോൾ എനിക്ക് കവിത എഴുതിയേ തീരൂ, ഇതിനെതിരെ എനിക്ക് പ്രതികരിച്ചേ തീരൂ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ട്, എൻ്റെ ദുഃഖം ആവിഷ്കരിക്കാനുണ്ട്, എൻ്റെ സന്തോഷം ആവിഷ്കരിക്കാനുണ്ട് എന്ന് തോന്നുന്ന ഒരു നിമിഷം. പക്ഷെ അപ്പം തോന്നും ഇത് വരുന്നത് എപ്പോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അപ്പോൾ തന്നെ വരണമെന്നില്ല. അപ്പോൾ എൻ്റെ വല്യമ്മ മരിച്ചിട്ട്, അമ്മയുടെ അമ്മയാണ് ഞാൻ ഈ കോയക്കട്ടയിലെ വല്യമ്മ. ആ വല്യമ്മ മരിച്ചിട്ട് കുറേ കാലമായി. പക്ഷെ കവിത വന്ന് 2016 ഈ കൊയക്കട്ട കിട്ടിയത് എൻ്റെ ബാല്യകാലം നിങ്ങളുടെ പ്രായത്തിലാണ്. എത്രയോ വർഷത്തിൻ്റെ അന്തരമുണ്ട്. ഈ അന്തരത്തിൽ തന്നെ 10-50 കൊല്ലത്തിനപ്പുറമുള്ള അന്തരത്തിലൊരു അനുഭവമാണ്. അതിപ്പോഴാണ് കവിതയായിട്ട് വരുന്നത്. അതെന്തുകൊണ്ട്? ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു പുറത്ത് ചാടലുണ്ട്. ഏത് എഴുത്തുകാരനും അങ്ങനെ തന്നെയാണ്. അപ്പം അത് പുറത്ത് ചാടുന്ന ഒരു നിമിഷമാണ് ഇത് കവിതയായിട്ട് വരുന്നത്. മനസ്സിലായി? ഈ ഒരു അന്തരീക്ഷത്തിലാണ് കൊയക്കട്ട പോലുള്ള കവിത എഴുതുന്നത്. അത് ഇപ്പോൾ വയലാറിൻ്റെ ആത്മാവിൽ ഒരു ചിത എന്ന് പറയുന്ന കവിതയുണ്ട്. അച്ഛനുറങ്ങിക്കിടക്കുന്ന നിശ്ചലം നിശബ്ദത പോലും അന്ന് നിശബ്ദമായി എന്ന് പറഞ്ഞിട്ട് ഒരു പമ്പരത്തെക്കുറിച്ച്, കുഞ്ഞു വരുന്നത് നഷ്ടപ്പെട്ട പമ്പരത്തിനെ കുറിച്ചാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു പമ്പരമായ അച്ഛൻ നഷ്ടപ്പെട്ടു എന്ന് കുട്ടി അറിയുന്നത് കുറേ കാലത്തിന് ശേഷം. അപ്പം ഈ ഒരു അത് വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട്. കവിതയെ നിർവചിച്ചത് ഇങ്ങനെയാണ്: പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് ദാറ്റ് ഈസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. നമ്മുടെ ട്രാങ്ക്വിലിറ്റി, പ്രശാന്തതയിൽ റീകളക്ട് ചെയ്യുന്നു, നമ്മൾ ഓർമ്മിക്കുന്നു. ഏത്? നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന പവർഫുള്ളായ ഇമോഷൻസിനെ, വികാരങ്ങൾ. ഈ നമ്മുടെ ഉള്ളിലുള്ള ശക്തിമത്തായ വികാരങ്ങളുടെ ഇടതടവില്ലാത്തൊരു ഒഴുക്ക് വരും. അത്ര വരെ അത് കെട്ടി നിൽക്കുന്നുണ്ടാവും മനസ്സിൽ. പെട്ടെന്നത് പുറന്തള്ളുന്ന ഒരു നിമിഷത്തിലാണ് ആ കവിത സംഭവിക്കുന്നത്. മനസ്സിലായി? അതാണ് കവിത എഴുത്ത് എന്ന് പറയുന്നത്. കവിത എന്ന ഏത് സാഹിത്യ സൃഷ്ടി അങ്ങനെ തന്നെയാണ്. സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ഇതാ നേരത്തെ പറഞ്ഞ ആ ട്രാങ്ക്വിലിറ്റിയിൽ നിന്നാണ് അത് വരുന്നത്, പ്രശാന്തതയിലാണ്. അപ്പോൾ പ്രക്ഷുബ്ധതയിൽ ഉണ്ടാകുന്ന ഒരു വികാരം പ്രശാന്തതയിൽ കവിതയായി മാറുന്നു. അത് ലാവാപ്രവാഹം പോലെയാണ്. ഇതുപോലെ അഗ്നിപർവ്വതം തന്നെ ഭൂമിയിൽ ഇങ്ങനെ തിളച്ച് നിൽക്കുന്നുണ്ടാവും. അതിനൊരു വിടവ് കിട്ടിയിട്ട് പുറത്തേക്ക് ഒഴുകി പിന്നെ അത് റോക്കായിട്ട് മാറും. ഇത് ശാന്തമായി തീരും. പിന്നെ റോക്ക് എന്ന് പറഞ്ഞാൽ പാറയായി മാറും. പിന്നെ അതിന് പ്രശ്നമില്ല. അത് ആ പ്രശ്നമില്ലാത്ത തരത്തിലൊരു ശാന്തത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കവികളെ ശ്രമിക്കുന്നത്. ഏകാന്തം വിഷമമൃതാക്കിയും വെറും പാഴാകാശങ്ങളിൽ അറവാടി ആരചിച്ചും ലോകാനുഗ്രഹപരയായ എഴും കലയിൽ നിൻ ശ്രീകാൽക്കാരന് അടിയെന്ന് കൊണ്ടിടുന്നു എന്ന് കവിത അഥവാ ഏഴാം ഇന്ദ്രിയം എന്ന കവിതയിൽ കുമാരനാശൻ കവിതയെ ഒരു ആർട്ടായിട്ടാണ് കാണുന്നത്. അത് ലോകാനുഗ്രഹപരമായിട്ട് എഴുതുന്നതാണ്. അത് ശൂന്യത്തെ മലർവാടിയാക്കി തീർക്കുന്നു. ലോകാനുഗ്രഹത്തിന് വേണ്ടി, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ എഴുത്തുകാരൻ എഴുതുന്നു. അതാണ് അതിനെ ചുരുക്കി പറഞ്ഞതല്ല ഒരു ഉത്തരം. പുതിയ കാലത്തെ വായന എന്ന് പറയുമ്പോൾ അത് സാറിന് എന്താണ് തോന്നുന്നത്? പുതിയ കാലത്തെ വായന ഇപ്പോൾ ആരും ഒന്നും താല്പര്യപ്പെടുന്നില്ല. പുസ്തകം കാണുമ്പോൾ തന്നെ അത് നോക്കാൻ പോലും മനസ്സിൽ തോന്നാത്തൊരു കാലഘട്ടമാണ്. എല്ലാവരും മൊബൈൽ ഫോണിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? എൻ്റെ മോള് ചോദിച്ചത് വളരെ നല്ല ചോദ്യമാണ്. ഈ പുതിയ കാലത്ത് വായന എങ്ങനെയാണ്? പലരും പറയുന്നു വായന മരിച്ചു എന്ന് പറയുന്നു, വായന ഫോണിലാണ്, ഫോണിലൂടെ ആരും വായിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് അത് എല്ലാ കാലത്തും പറയും. അത് പ്രശ്നമാക്കണം. വായിക്കണമെന്ന് തോന്നുന്നവരെന്തായാലും വായിച്ചോളൂ, അത് പ്രശ്നമില്ല. അത് ഫോണിൽ വായിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇന്ന് തീവണ്ടിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ, നിങ്ങൾ ഈ പരിപാടിക്ക് വരുന്ന സമയത്ത് ഞാൻ കുമാരനാശാൻ്റെ പുഷ്പവാടി വായിച്ചു. ഇതിലുണ്ട്, ഫോണിലുണ്ടത്. കുമാരനാശാൻ അടിച്ചിട്ട് അപ്പോൾ പുഷ്പവാടി, അതിൽ ഓരോ കവിതയും സങ്കീർത്തനം വായിച്ചു, കുട്ടിയും കള്ളയും വായിച്ചു, മിന്നാമിന്ന് വായിച്ചു, വണ്ടിനോട് അതെല്ലാം വായിച്ചു. ഇതൊക്കെ അതിൽ വായിക്കാൻ പറ്റുന്നുണ്ട്. ഇത് വേറൊരു രീതിയാണ്. പണ്ട് ഓലയിലല്ലേ വായിച്ചത്, ഇപ്പോൾ ഓലയിൽ വായിക്കുന്നില്ലല്ലോ നമ്മൾ. അത് ഓരോ കാലത്തും ഈ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് വായന മാറുന്നുണ്ട്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് ഫോണിലൂടെ വായിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പാഠം ടീച്ചർ എടുത്തു കഴിഞ്ഞാൽ, അത് മാഷ് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം ഗൂഗിളിൽ. അത് അടിച്ചു നോക്കിയാൽ അതിൽ കിട്ടും, അതിൻ്റെ പാഠം കിട്ടും, അതിന് വേറെ ടീച്ചർ എടുക്കുന്നത് കിട്ടും, അല്ലെങ്കിൽ വേറെ മാഷ് പാടുന്നത് കിട്ടും. ഇതൊക്കെ സാധ്യതകളാണ്. ഈ സാധ്യതകളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നിടത്താണ്
പണ്ട് പിന്നെ ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുന്ന സമയത്തിന് മുത്തുച്ചിക്ക് വായിക്കുന്ന മാഷന്മാരും അല്ല അധ്യാപകരും അങ്ങനെ സാധാരണ മനുഷ്യന്മാരും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ വീട്ടിൻ്റെ അടുക്കെല്ലാം മനോരമ വായിക്കുന്നവരാണ്. പിന്നീട് എനിക്ക് മനസ്സിലായത് അതിനപ്പുറം വേറത് വായിക്കാൻ്റെ ഭാഷാഭൂഷണിയുണ്ട്, ദേശാഭിമാനി ആഴ്ചപ്പതിപ്പുണ്ട്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പുണ്ട്. ഇതൊക്കെ മനസ്സിലായത് കോളേജിൽ പഠിക്കുമ്പോഴാണ്. കോളേജിൽ ചേർന്നപ്പോൾ അവിടെ അംബികാസനം മാങ്ങാട്, രത്നാരം മാങ്ങാട്, ഭാസ്കരൻ ഭാരഭാസ്കരൻ, ഇങ്ങനത്തെ കുറേ ആൾക്കാർ, ചിത്രകാരന്മാർ, ഇങ്ങനെയുള്ള കുറേ നല്ല ആളുകൾ അവിടെ പഠിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ എന്തെന്നാണ് കലാകൗമുദി, അന്നത്തെ കലാകൗമുദി ആഴ്ചപ്പതിപ്പ്, പിന്നെ അതുപോലെ പിന്നെ ഭാഷാഭൂഷണി, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, മലയാള നാട്, അന്നത്തെ വലിയ ഇതാണ്. ഈ പുസ്തകങ്ങളെല്ലാം കാണുന്നു. അപ്പോൾ അന്നന്ന് എഴുതിയ എല്ലാ അന്നത്തെ വാരികകൾ കിട്ടുന്നു. നിങ്ങളുടെ ലൈബ്രറിയിൽ പിന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുന്നുണ്ടാവും, ദേശാഭിമാനി ആഴ്ചപ്പതിപ്പ് വരുന്നുണ്ടാവും. ഇതെല്ലാം അതാത് കാലത്തെ ഭാഷാഭൂഷണി കിട്ടുന്നുണ്ടാവും. അതാത് കാലത്തെ സാഹിത്യ സൃഷ്ടികൾ വായിക്കാൻ ആനുകാലികങ്ങൾ നമ്മളെ സഹായിക്കും. ഈ ആനുകാലികങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് സുകുമാരൻ ചാലികത്തെ ആരാണെന്ന് അറിയും. കാരണം അയാൾ സ്ഥിരമായിട്ട് പിന്നെ ആനുകാലികങ്ങൾ എഴുതുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു വായനയിലൂടെ മാത്രമേ നമുക്ക് ബോധം കിട്ടൂ. അത് വായിക്കുന്നവരുണ്ട്, നിങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, നിങ്ങൾ വായിക്കണം. അപ്പോൾ ഇത് പറഞ്ഞാൽ ഈ പിന്നെ ഒരു സംഗതി നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നെടുത്താണ്. വായന മരിച്ചു എന്ന് പറയുന്നത് ഇതെല്ലാം ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ പല ആൾക്കാരും വായന മരിച്ചു, ഇപ്പം എന്ത് വായന, ഈ പറയുന്നവരാണ് വായിക്കാത്തത്. വായിക്കേണ്ടവർ വായിക്കുന്നുണ്ട്. ഇപ്പോൾ അഖിൽ പി ധർമ്മജൻ്റെ പിന്നെ രാം കെയർ ഓഫ് ആനന്ദി കുട്ടികൾ തേടിപ്പിടിച്ച് വായിച്ചത് എന്തുകൊണ്ട്? നല്ല പുസ്തകം മോശം പുസ്തകം അവിടെ ഇരിക്കട്ടെ, പക്ഷെ വായിപ്പിച്ചില്ല നിങ്ങളെ. അപ്പോൾ ആ വായന എന്ന് പറഞ്ഞാൽ പുതിയ ഈ സോഷ്യൽ മീഡിയയിലൂടെയല്ല നിങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വായന എന്ന് പറയുന്നത് അഭിരുചിക്കനുസരിച്ചാണ്. ഒരാൾ വായിക്കണോ വേണ്ടയോ എന്ന് അയാളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് കവിതയോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കവിത വെറുതെ വായിച്ചു നോക്കാം ഒരു ദിവസം. 3-4 ദിവസം പിന്നെ കുമാരനാശാന്റെ പുഷ്പവാടിയോ അല്ലെങ്കിൽ ചിന്താവിഷ്ടയ സീതയോ അല്ലെങ്കിൽ കരുണയോ ഒന്നിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതപ്പെട്ടു. പടിഞ്ഞാറു ചാഞ്ഞു സൂര്യൻ, പരിരമ്യമായി മഞ്ഞയും കടും ചുമപ്പും കലർന്നു തരുക്കളൂടെ, രാജസ്കര കേസരങ്ങൾ വീശിടുന്നു ദൂരത്തൊരു രാജമല്ലി മരം പൂത്തു വിലസും പോലെ. എന്ത് നല്ലൊരു ജലഛായ ചിത്രം അല്ലെങ്കിൽ എണ്ണച്ചായ ചിത്രം തോന്നും. ഒരു അസ്തമന സൂര്യൻ, ഒരു രാജമല്ലി മരം പൂത്ത് വിലസുന്ന പോലെ അസ്തമന സൂര്യനെ വർണ്ണിക്കുകയാണ്. കുമാരനാശൻ കവിയാണ്, ചിത്രകാരനാണെന്ന് തോന്നിപ്പോകും. അപ്പോൾ വാങ്മയ ചിത്രങ്ങൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്നു വായിക്കുമ്പോൾ. അതൊന്ന് കണ്ടുമ്പോൾ അടുത്ത വായിക്കാൻ തോന്നും. ചിന്താവിഷ്ടയത്തിൽ എടുത്ത് വായിക്കാൻ തോന്നും. ഈ പ്രായത്തിൽ വായിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു പുസ്തകം വായിച്ചാൽ തീർച്ചയായും അയാളുടെ വേറൊരു പുസ്തകം വായിക്കും. ബഷീറിൻ്റെ ഒരു പിന്നെ അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ എന്നുള്ള കഥ വായിച്ചാൽ നിങ്ങൾ തേന്മാവ് വായിക്കും, അല്ലെങ്കിൽ ബാല്യകാലസഖി നോവൽ വായിക്കും. അത് തിരഞ്ഞെടുക്കാം. അങ്ങനെ ഏതാണ് നല്ല പുസ്തകം, മാസ്റ്റേഴ്സ് ആരാണ്, ഒരു മൈൽ സ്റ്റോൺ ഉണ്ടല്ലോ ഓരോ കാലത്തും. ഇടശ്ശേരി, കുഞ്ഞിരാമൻ നായർ, വൈലോപ്പിള്ളി, പിന്നെ പി ഭാസ്കരൻ, OM കുറുപ്പ്, സുഗതകുമാരി, ബാലാമണി അമ്മ, അങ്ങനെയൊക്കെ പറഞ്ഞ് ചങ്ങമ്പുഴ, ഇത്തരം മഹാകവികളുടെ ഇതുണ്ട്. അപ്പുറം നേരത്തെ പറഞ്ഞ പോലെ ബഷീർ, തകഴി, പൊങ്കുന്നമർത്തി, അത് കഴിഞ്ഞ് സക്കറിയ, പിന്നെ MT നാരായണപിള്ള, അങ്ങനെ പത്മരാജൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടാകും. എന്നിട്ട് ഒരു പുസ്തകം ഒരു കഥ വായിക്കാം, അടുത്ത വേറൊരാളുടെ ഒരു പുസ്തകത്തിൽ കഥ വായിക്കാം, വെള്ളപ്പൊക്കത്തിൽ തകഴിയുടെ വായിക്കാം, എന്നിങ്ങനെ വായിക്കും മാധവ കുട്ടികൾ. ഇത് വായിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ തൊടുന്നു. അപ്പോൾ തീർച്ചയായും അടുത്ത പുസ്തകം വായിക്കും. ഈ വായനക്ക് നമ്മളൊരു അഭിരുചി സ്വയം ഉണ്ടാക്കിയെടുക്കുകയും ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ നിങ്ങൾ അതിന് ചെലവഴിക്കുകയും ചെയ്യാം. നിർബന്ധമായിട്ട് വായിക്കേണ്ടതൊന്നും വായിക്കാൻ തോന്നുമ്പോൾ വായിക്കുക. എന്നിട്ട് അത് വായിച്ച ഒരാളോട് പറയും, അപ്പോൾ അവർ വായിച്ച നിങ്ങളോട് പറയും. ഇങ്ങനെ തമ്മിലും കൊടുത്തും കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ഒരു സംസ്കാരത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സാമൂഹ്യ ബോധം ഉണ്ടാകും. അതുണ്ടായിത്തീരുകയാണ്. അതുകൊണ്ട് പുതിയ കാലത്ത് പുതിയ വായനയുണ്ട്, ഈ വായനയുണ്ട്, അതൊക്കെ ആവശ്യമാണ്. ഫോൺ അത്യാവശ്യമാണ്. ഫോണിലൂടെ ഞാൻ എഴുതുന്നത് ഫോണിൽ എഴുതുന്നുണ്ട്. ഇപ്പോൾ എഴുതിയ എനിക്കൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൽ എഴുതി സ്റ്റോർ ചെയ്ത് വെക്കാം. അത് തന്നെ മാതൃഭൂമിക്കോ അല്ലെങ്കിൽ മറ്റ് അരിയൊക്കെ അയക്കാം, മെയിൽ ചെയ്യാം. ഇതൊക്കെ ഇതിൻ്റെ ഒരു സാധ്യതയാണ്. ഇതിനെ പലതരത്തിൽ ഉപയോഗിക്കുക. പലതരത്തിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നതിനനുസരിച്ചായിരിക്കും ഒന്നിൻ്റെ നന്മയും തിന്മയും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. വായിക്കാൻ തോന്നുമ്പോൾ വായിക്കാം. വായിക്കാത്തവർ വായിക്കേണ്ടെന്ന് എന്തിന് നിർബന്ധിച്ച് വായിക്കുന്നു? അവർക്ക് തോന്നുമ്പോൾ വായിക്കട്ടെ. നിങ്ങൾ അതിന് ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നിങ്ങൾ അത് ഒന്ന് സ്വയമായിട്ട് വായിച്ച് നിങ്ങളുടേതായ ഒരു ചിന്ത പ്രവർത്തിപ്പിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നില്ല, എന്നിട്ട് വേറെ ആൾ എഴുതിയ ആസ്വാദനങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുക.
വീണ്ടും ഒന്ന് തിരിച്ചു എഴുതാൻ തോന്നുന്നു, അങ്ങനെ തോന്നുക, എഴുതുക. അങ്ങനെയാണ് വായനയുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വികാസം, പരിണാമം ഒക്കെ പറയുന്നത്. സാർ, ഏറെ സന്തോഷം. സാറിൻ്റെ ഇത്രയും വിലപ്പെട്ട സമയം നമ്മൾക്ക് വേണ്ടി നമ്മളുടെ സംശയങ്ങൾ, സാറിൻ്റെ അനുഭവങ്ങളെല്ലാം പങ്കുവച്ചതിന് ഏറെ നന്ദി. വളരെ സന്തോഷം. എനിക്ക് നിങ്ങളോടാണ് നന്ദി പറയേണ്ടത്. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾ നല്ല വായനയുള്ള കുട്ടികളാണെന്ന് മനസ്സിലായി. നിങ്ങളേതും പ്രായത്തിൽ ഞാനൊന്നും അങ്ങനെ വായന തുടങ്ങിയിട്ടില്ല. പക്ഷെ നിങ്ങൾ വളരെ സജീവമായിട്ട് ഇവിടുത്തെ ലൈബ്രറി ഉപയോഗിക്കുന്നു, അധ്യാപകരോട് സംശയങ്ങൾ ചോദിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾ ഇതിനെല്ലാം മുൻകൈ എടുക്കുന്നു, അത് ഡിജിറ്റലാക്കാൻ ഒരു ശ്രമം നടത്തുന്നു. ഇതെല്ലാം വളരെ ഏറ്റവും നല്ല, വളരെ പ്രയോജനപ്രദവും അതുപോലെ തന്നെ ഞങ്ങൾക്കെല്ലാം ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. വളരെ വളരെ നന്ദി. നിങ്ങൾക്കാണ് നന്ദി പറയുന്നത്, ഈ സ്കൂളിന് മാഷന്മാർക്ക് എല്ലാവർക്കും.